കേരള സർവകലാശാലയിൽ നിന്ന് ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർ ഈ മാസം 7-ാം തീയതി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് തുടർ നടപടി തീരുമാനിക്കുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ വ്യക്തമാക്കി. ഹിയറിംഗിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ അധ്യാപകൻ്റെ ഭാഗം കേട്ടിട്ടുണ്ട് ഞങ്ങൾ. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ അത് ആലോചിച്ച് തീരുമാനിക്കും. അതിപ്പം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ എടുക്കും. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. റിപ്പോർട്ട് 7-ാം തീയതി വൈകിട്ട് കൊടുക്കും. സംഭവത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകൻ പ്രമോദ് ഹിയറിംഗിനായി സർവകലാശാല ആസ്ഥാനത്തെത്തി. അധ്യാപകൻ പ്രമോദ് ഹിയറിംഗിനായി സർവകലാശാല ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. അധ്യാപകന്റെ ഭാഗം വിശദമായി കേട്ടിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഈ ചോദ്യപേപ്പർ ഉത്തരക്കടലാസ് കാണാതായതുമായി ബന്ധപ്പെട്ട പല നിഗൂഢമായ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി നൽകാനോ വിശദീകരണം നൽകാനോ കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ് ഈ റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് നൽകുക? ഇന്നിപ്പോൾ അധ്യാപകനെ കേട്ടിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത്? JK, ഇന്ന് രാവിലെയാണ് അധ്യാപകൻ പ്രമോദ് കേരള സർവകലാശാലയിൽ എത്തിയത് ഹിയറിംഗിനായിട്ട്. രജിസ്ട്രാറുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഹിയറിംഗ് നടന്നത്. ഹിയറിംഗ് പൂർത്തിയാക്കി രജിസ്ട്രാർ പുറത്ത് പോവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ 7-ാം തീയതി, അതായത് MBA പരീക്ഷയുടെ പുനഃപരീക്ഷ നടക്കുന്ന ആ ദിവസം ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകും. വൈസ് ചാൻസലർ നൽകിയ ശേഷം സിൻഡിക്കേറ്റ് കൂടിയായിരിക്കും അധ്യാപകൻ പ്രമോദിനെതിരെയുള്ള അച്ചടക്ക നടപടി തീരുമാനിക്കുക. നേരത്തെ തന്നെ ഈ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗമായിരിക്കും തീരുമാനിക്കും.